അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചാർമിനാർ കാണുന്നു. ചാർമിനാറും അതിൻ്റെ പരിസരവും അടിപൊളിയായിട്ടുള്ള കുറേ വിശേഷങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ 8 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ആരും എന്നെ ഒന്നും പറയരുത്, എൻ്റെ തലയിൽ ആ ഷോള് കിടക്കുന്നില്ല, അത് മിക്കപ്പോഴും താഴെ പോവുകയാണ്. ഞാൻ ഇങ്ങനെയൊന്നും ഉള്ള വ്യക്തിയല്ലായിരുന്നു. ഇപ്പോഴാണ് തലയിലെങ്കിലും വിട്ട് നല്ല മര്യാദയ്ക്ക് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ രാവിലെ പോവുകയാണ്. ഉണ്ണിക്കണ്ണൻ ചേട്ടനില്ലാതെ എന്ത് ആഘോഷം. അപ്പോൾ പോയിട്ട് വരാം. നമുക്ക് തേണ്ട വണ്ടിയൊക്കെ ഇറങ്ങി തന്നിട്ടുണ്ട്. ജ്യോതിയുടെ സഹോദരനാണ്. കണ്ട അമ്മയൊക്കെ, 2 അമ്മമാരും, ജ്യോതിയുടെ അമ്മയുണ്ട്, പിന്നെ നമ്മുടെ പ്രിയയുടെ അമ്മ. ഇത് പ്രിയയുടെ അമ്മയാണ്. മോന് നടക്കും. ഇവിടുന്ന് അങ്ങോട്ട് രാവിലെ നടക്കാൻ പോകും കേട്ടോ. നടക്കാൻ രാവിലെ അപ്പുറത്ത് പാർക്ക്. വിശദമായിട്ടുള്ള വീഡിയോ പിന്നെ വരുന്നത്. ഇതിപ്പോ തൽക്കാലം സാമ്പിൾ എടുക്കട്ടെ. കുഴപ്പമുണ്ടോ എടുക്കുന്നോണ്ട്? ഇയാൾ ഈ പേടിച്ച് നിൽക്കുന്നോണ്ട് അതിന് എടുക്കാൻ പഠിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രിയയുടെ നാത്തൂന്. മുത്താണ്. ഹൈദരാബാദ് പേളാ കേട്ടോ, സത്യം. പക്ഷെ ഈ പ്രിയ പറഞ്ഞു 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 പറഞ്ഞ് എന്റെ മനസ്സിലൊരു വിഗ്രഹമായിട്ടിരിക്കുവോ സത്യം. മൂക്കിന്റെ ഭാഗത്ത് കരിഞ്ഞിട്ടില്ല, ഞാനത് ഓയിൽമെന്റ് ഇട്ടിരിക്കുവാണേ. മുറയിലോട്ട് ഈ പ്രാവശ്യം ഞങ്ങളുടെ ഉണ്ണിക്കണ്ണൻ ചേട്ടനെ ഞങ്ങൾ ഫ്രണ്ടിലാക്കി. ഭയങ്കര ഇവിടെ നാട്ടിലെ കൂടെ തന്നെ. മെയിൻ ഗേറ്റ് കഴിഞ്ഞ് അടുത്ത ഗേറ്റ്. നമ്മുടെ പാവം മഹാത്മജി നിൽക്കുന്നുണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്ത് അംബേദ്കർ ഉണ്ട്. 2 പേരും ഉണ്ട്. അങ്ങനെ നമ്മള് ഹൈദരാബാദിലെ വില്ലേജ് ഏരിയയിൽ കൂടി പോവുകയാണ്. ഇവിടെ എല്ലാം പ്രതിമകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ശിവാജി ഉണ്ട്, പിന്നെ എല്ലാരും ഉണ്ട്. പട്ടേലുണ്ട്, ഒരുപാട്. നെഹ്റു, അപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ കുറേ 100-150 വീടുകളൊക്കെയാണ്. പാലമരം വെട്ടി നിർത്തിയിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയുണ്ട്. അതിന്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വാകി. തിരക്ക് കണ്ടോ? നേരം വെളുത്തതേ ഉള്ളൂ. തിരക്ക് കണ്ടോ? പോണം, രക്ഷയില്ല. ഇവിടെ ഇപ്പോഴൊരു രസമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് രസം. ഇത് ഹുസൈൻ സാഗർ ലേക്ക് അല്ലേ? നമ്മുടെ പതാക ഇങ്ങനെ പറന്ന് കണ്ടോ? ഇന്ത്യന്റെ പതാക നോക്കിക്കേ. ശിവജിയാണ്. അല്ല, ശിവനോ? ആരാത്? അതാ ഇവിടുത്തെ അല്ല, ഇവിടുത്തെ ആരോ. ഇവിടെ മൊത്തം ഇവിടുത്തെ ആൾക്കാരാ, രാജാക്കന്മാര്. വിവേകാനന്ദനല്ലേ? ഈ തിരക്കിന്റെ അകത്ത് പുള്ളി ഇങ്ങോട്ട് വരണ്ടേ? നമുക്കൊരു ഊബർ വിളിക്കാം. അത് തന്നെ. ഇപ്പോൾ നമ്മൾ ഹൈദരാബാദ് നഗരത്തിൻ്റെ മധ്യഭാഗത്തുകൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എൻ്റെ ഈ വലത്ത് ഭാഗത്ത് കാണുന്നത് ഹുസൈൻ സാഗർ തടാകമാണ്. ഹൈദരാബാദ് നഗരത്തിൽ 1562 ഇബ്രാഹിം ഖിലി കുത്തുബ് ഷായുടെ ഭരണസമയത്ത് ഹസ്രത്ത് ഹുസൈൻ ഷാ വാലി പണിതീർത്ത മനുഷ്യനിർമ്മിത തടാകമാണ് ഹുസൈൻ സാഗർ തടാകം കേട്ടോ. 5.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കൃത്രിമ തടാകം നഗരത്തിലെ ജലക്ഷാമം പരിഹരിക്കാനുണ്ടാക്കിയതാണ്. 32
അടിയാണ് ഇതിൻ്റെ പരമാവധി ആഴം. ഇത് ഇനി അങ്ങോട്ട് നമ്മൾ പോവുകയാണേ, ചാർമിനാർ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതാ നിങ്ങൾ നോക്കിയിട്ടില്ല ഭംഗി. ഈ ഒരു ഇതൊരു പാർക്കാണ്, ഒരു കുഞ്ഞി പാർക്കാണ്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയതാണ്, ഇച്ചിരി നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. എന്താ നല്ല ഭംഗിയുണ്ടല്ലേ, പാകയൊക്കെ പൂത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളെപ്പോഴായാലും ഒരു യാത്ര ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് പോകാതെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുന്നിടത്ത് ഇറങ്ങി കുറച്ച് സമയം വിശ്രമിച്ച് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നത് നല്ല രസമാണ്. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുള്ളതാണ് ട്രാവൽ വ്ളോഗ്സ് വീഡിയോ എടുക്കരുത്, ഇടരുതെന്ന്. എങ്കിലും നമ്മൾ കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടി കാണാമല്ലോ, അവർക്ക് ഇത്രയും പൈസ മുടക്കി ഇവിടെയൊക്കെ വന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും അതൊരു രസമാണ്, ഒരു ഹരമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. കാരണം വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ നമ്മുടെ ട്രാവൽ വ്ളോഗ്സ് കാണുന്നുള്ളൂ. പക്ഷേ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുപോലും കാണില്ല. എല്ലാവർക്കും കുടുംബത്തിലുള്ള പരസ്പരാടികളും പച്ചത്തെറി വിളിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചെളിവാരി എറിയലും ഒക്കെ കണ്ടാൽ മതി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്താൽ കാണില്ല ആരും. വീണ്ടും ഞാൻ ആ തീരുമാനം മാറ്റുന്നത്, നമ്മളൊരു ഫോട്ടോ എടുത്ത് വെച്ചാലോ വീഡിയോ എടുത്ത് വെച്ചാലോ നമ്മുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ആൽബമായിട്ട് വെച്ചാലും ഫോട്ടോകളൊക്കെ ചീത്തയായി പോകും. യൂട്യൂബുള്ള കാലത്തോളം നമ്മുടെ വീഡിയോകളും ഫോട്ടോസും ഒക്കെ ഇതിലങ്ങനെ കിടന്നുള്ളൂ. എത്ര തലമുറകൾ കഴിഞ്ഞാലും സജീസ് ഹോം കഫേ അടിച്ചാൽ കാണാമല്ലോ. അതേമാതിരി കപ്പലണ്ടിയാ, മസാല ചേർത്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. പൊരിയൊക്കെ ഉണ്ട്, ഉണ്ട് കടലയുണ്ട്, കപ്പലണ്ടിയും നമ്മുടെ നിലക്കടലയുണ്ട്, നിലക്കടലയുണ്ട്, സാധാ കടലയുണ്ടല്ലോ, അതുകൊണ്ട് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ചോമഹൽ പാലസ്, അതൊരു ശംഖല്യോ മുകളിൽ നിൽക്കുന്നത്. നിരങ്ങി 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 പോവുക, കാരണം അത്രമാത്രം തിരക്കാണ്. അതെ, 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും. അതുപോലെ തിരക്ക്. ബിർള ടെമ്പിൾ ആണ് അതുകൊണ്ട് അത് ബിർള മന്ദിരം. ബിർള മന്ദിരം ശംഖ് പോലെ കാണുന്നുണ്ടോ? എവിടെ നോക്കിയാലും പ്രതിമകളുടെ മേളവാ കേട്ടോ. നോക്കിക്കേ, അത് നമ്മുടെ ശിവജി അല്ലേ മോനെ? അത് 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ടടുത്ത് നമുക്ക് 4 മണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ. ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂർ പോലും വേണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്. ഭരണഘടന എഴുതുന്നതിന്റെ ഒരിതാണ്. നെഹ്റു പ്രാവിനെയും പിടിച്ചിരിക്കുന്നു. ഓൾഡ് ഹൈദരാബാദും ഫ്രൂട്ട്സിന്റെ മാർക്കറ്റാ കണ്ടോ. മാങ്ങ നമ്മൾ വിചാരിച്ച് നമ്മുടെ അവിടെ ഉള്ളെന്ന്, നോക്കി ഏതെല്ലാം ടൈപ്പ് മാങ്ങകളാണെന്ന്. ഇത് ഓൾഡ് ഹൈദരാബാദ് അല്ലേ? ഒറിജിനൽ പഴയ ഹൈദരാബാദ്. എവിടെ നോക്കിയാലും എന്താ ഈ മോഡലിലെ കെട്ടിടങ്ങളാണ് കേട്ടോ. ആ ഒരു ടെമ്പോ നിറച്ച ആടാ, നാളെ ഇറക്കാനുള്ള ആടാണ് പോകുന്നത്. പേള് ചാർമിനാറിലാണ്. ഓൾഡ് ഹൈദരാബാദിലെ മാർക്കറ്റുകളാണ് കേട്ടോ ഇത്. ഡ്രസ്സിന്റെ മാത്രമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ചാർമിനാർ കാണാൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹൈക്കോർട്ട്, ഹൈദരാബാദ് ഹൈക്കോർട്ടാണ്. ഈ സിറ്റി മാത്രം 100 കിലോമീറ്റർ ആണെന്ന് ഏരിയ. അത് ശരി. അതെ, ഹൈദരാബാദ് തെലങ്കാന. Gachibowli high-tech city. Gachibowli high-tech city. You know guys, in Gachibowli. Yesterday we came that way. മാർക്കറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നമ്മൾ വേറൊരു ലോകത്താണ് കേട്ടോ. ചക്കപ്പുഴുക്ക് കണ്ട ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കപ്പുഴുക്ക് കണ്ടതുപോലത്തെ ഒരവസ്ഥയിലായിപ്പോവും നമ്മൾ. എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് നോക്കണം, എന്തൊക്കെ കാണണമെന്നുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ചാർമിനാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ.
തുണിക്കടകളാണേ, ലേസുകളും ലേസുകളും നമ്മുടെ ഡ്രസ്സിൽ വെക്കേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നിറയെ ഫേസ് എടുക്കാതെ ഉണ്ട്. അടിപൊളി നോക്കിക്കേ, ഇതൊക്കെ കണ്ട നല്ല അടിപൊളി ലേസുകൾ. മീറ്റർ എത്ര? 450. 1 മീറ്റർ, ഒരു മീറ്ററിന് 450. 600 ഒക്കെയാ. കണ്ട സൂപ്പർ 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 ആയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ വെക്കുന്ന കല്ലുകളൊക്കെ ഉണ്ടല്ലോ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കാൻ. ഇതൊക്കെയോ? അത് 750 മീറ്റർ. 750 ആണത് കേട്ടോ. ഈ ഒരു റോള് എത്ര? 2500. എത്ര മീറ്റർ? 9 മീറ്ററാണ്. അപ്പം ഫേസ് എടുക്കാതെ അനിപ്പൂരിയൊക്കെ ഇരിപ്പുണ്ട്. നമ്മളിതാ ഇതൊക്കെ മാർക്കറ്റ് കേട്ടോ മുഴുവൻ. പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കണ്ടില്ലേ അവിടെ ആ പിന്നെ ലേസിന് വില ചോദിച്ചിട്ട് തന്നെ നല്ല വിലയുണ്ട്. എല്ലാവരും വിചാരിക്കും അങ്ങ് ഹൈദരാബാദൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട്. അവർ പറയുന്നുണ്ട് 100 രൂപ മുതൽ എത്ര രൂപയുടെ വേണേലും സാധനങ്ങൾ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അടിപൊളി ചുരിദാറൊക്കെ കിടക്കുന്നത് കേട്ടോ. എവിടെ തിരിഞ്ഞു നോക്കിയാലും കടകളാ, ഡ്രസ്സിൻ്റെ കടകൾ. രണ്ട് സൈഡും ഇത് തന്നെ കേട്ടോ, കടകളാണ്, മുഴുവൻ കടകളാണ്. കണ്ട് ദൈവ നമ്മൾ ചാർമിനാറിലേക്ക് പോവാണേ. വേണ്ട എന്താ ഈ ഡ്രസ് വരുന്ന വില നോക്കിയതാണേ 1500. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരുമാതിരി ഓക്കാനും ഛർദിലും ഒക്കെയാ. കണ്ട നിസാരം ഈ ഓരോ ഡ്രസ്സിൻ്റെയും വില എല്ലാം 1500 ഒക്കെയാണ് കേട്ടോ. 1500. ഈ ഷിഫ്ലിയുടെ ഒക്കെ നമ്മുടെ അവിടെ ഒരു നിസ്സാരമായിട്ട് 850-നും 900-നും കൊടുത്ത ആർക്കും വേണ്ട. 1500. നമ്മൾ ചാർമിനാറിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടേ. അമ്മയും അച്ഛനും അല്ലാത്ത സകലതും ഇവിടെ കിട്ടും. ബാംഗിൾസിൻ്റെ അടിപൊളി അല്ലേ പേള്. ഹൈദരാബാദ് പേളൊക്കെ വേണ്ടവരിങ്ങോട്ട് വാ. വെയിലെന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന വെയിലാ. വളകൾ കണ്ടോ പിള്ളേര്? എന്താ ഇത്? സത്യം പറഞ്ഞാൽ കുട്ടിക്കാലം ഓർമ്മ വരും. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ആ ഒരു ഇത്. ജുമാ സമയമായതുകൊണ്ട് കടകളൊക്കെ അടച്ചിട്ട് ആൾക്കാർ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരു കുഞ്ഞു റോഡുണ്ടല്ലോ, അതെല്ലാം കണ്ട അങ്ങോട്ട് കടകളാണ്. കണ്ട വീഡിയോ എടുക്കുമോ ഈ കാഴ്ചകൾ കാണുമോ? ഞാൻ തന്നെ ആകപ്പാട് ഇതായിട്ടിരിക്കുക കേട്ടോ. കണ്ട പേൾസ്, ഹൈദരാബാദ് പേള്. എനിക്ക് ഓൾറെഡി പേളിൻ്റെ മാല ഉണ്ട്, ഒരു മുന്തിരിക്കൊലയുടെ. അത് ഒരു ഡിസൈനർ പീസായിരുന്നു. വേറൊരാളിന് നമ്മളത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേടിക്കുന്നില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഉള്ളത് തന്നെ ഇടുന്നില്ല, വെറുതെ വെച്ചിരിക്കും. ഇതൊക്കെ ഹൈദരാബാദ് പേളുകൾ, മുത്തുകളും പേളുകളും ഒക്കെയാണ്. ഞാൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മുടെ മധുര മീനാക്ഷി കോലിൻ്റെ 2 സൈഡിലുള്ള കടകളുണ്ടല്ലോ, അതേമാതിരി മൊത്തം സാധനങ്ങളാണ്.
ഹൈദരാബാദ് വേളുകളും മാലകളും പെട്ടികളും. ആ പെട്ടിയൊക്കെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. അതുകൊണ്ട് വേളിൻ്റെ കടകളാണ് ഇത്. ഈ ഒരു ഏരിയ ഫുള്ളും കണ്ടോ, നിങ്ങൾ നോക്കിക്കോ. അയ്യേ ആ ഹൈദരാബാദ് വരെ വന്നിട്ട് പേളുമാലയൊന്നും കണ്ടില്ലെന്ന് പറയരുത്. വേണ്ട, നോക്കൂ. എനിക്ക് ഓൾറെഡി പേളുമാല ഒറിജിനൽ പേളിൻ്റെ ഒരു മുന്തിരിക്കൊലയുടെ ഗോൾഡുമാണ്. 1 പവൻ്റെ ഒരു ലോക്കറ്റുമായിട്ടുള്ള ആ മുന്തിരിയുടെ പേള് തന്നെയാണ് ലോക്കറ്റായിട്ട് വന്നിരിക്കുന്നത്. അതുള്ളത് കൊണ്ടാണ് ഞാനിത് വാങ്ങിക്കാത്തത്. അല്ലതെ ഞാൻ ഇതിനെ ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോയേനെ. എനിക്ക് വേണ്ട. ബാ ചാർമിനാർ ഉണ്ടതിൻ്റെ. നമ്മളിവിടെ എത്തി. അതിനകത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. ഭയങ്കര വെയിൽ പിള്ളേരെ, കൈയൊക്കെ പൊള്ളുന്നു. അങ്ങനെ നമ്മൾ ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ ചാർമിനാറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടോ. സന്തോഷം കൊണ്ട് മനസ്സിങ്ങനെ തുടിക്കുകയാണ്. നമ്മുടെ ചാർമിനാറിൻ്റെ അടുത്ത് കണ്ണൊന്നും കാണാൻ വയ്യ. എങ്ങനെയാണോ കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മുകളിൽ നിന്നൊരു ഊഹത്തിന് എടുക്കുകയാണേ. നോക്കിക്കോ. ഓ, വന്ന് കണ്ടില്ലെങ്കിൽ എന്റെ ഒറ്റയ്ക്കൊരു ഫോട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സ്ലൈഡ് കുത്തി വെച്ചതായിരുന്നു. പക്ഷേ അതവിടെ ഇരുന്നില്ല, അത് പോയി. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുടെ ഫലം അള്ളാഹു എനിക്കല്ലേ തരുന്നത്. നമ്മളെ മനസ്സും പ്രവൃത്തിയുമാണ് അള്ളാഹു ശ്രദ്ധിക്കുന്നത് കേട്ടോ. എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട. എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നെന്നറിയോ ചാർമിനാർ കാണാൻ. എത്രയോ പ്രാവശ്യം വരാൻ വേണ്ടിയിട്ട് തയ്യാറാകും. ഒരിക്കലും നടന്നിട്ടില്ല. സത്യം പറഞ്ഞു, എന്തെങ്കിലും ഒരു കൊനസ്റ്റ് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു, വരാൻ പറ്റിയിട്ടില്ല. ഇപ്പം എൻ്റെ ഒരു അഭിലാഷം തന്നെ ആയിരുന്നെന്ന് പറയാം ഇത് കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിൽ, കരിഞ്ഞു പോകുന്ന വെയിലാ കേട്ടോ. വേണ്ട വളകളും മുത്തുകളും എന്തുവാ. ഷോളുകൾ അത്ര വേണ്ട. എന്താ വേണം? മേടിയിരുന്ന അപ്പോൾ ചാർമിനാർ എന്ന് പറയുമ്പോൾ 4 മിനാരങ്ങളുള്ള പള്ളി എന്നാണ് അർത്ഥം. കുത്തുബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി കുത്തുബ് ഷാ ആണ് ഈ സ്മാരകം സ്ഥാപിച്ചത്. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ സ്മരണാർത്ഥം 1591 നമ്മുടെ ചാർമിനാർ ഇവിടെ സ്ഥാപിച്ചത്. ചാർമിനാറിലെ 4 മിനാരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിലെ 4 ഖലീഫകളെയാണ്. ഇസ്ലാം മതത്തിലെ ആദ്യ ഖലീഫ അബൂബക്കർ. ചാർമിനാറിന് തറക്കല്ലിടുന്ന വേളയിൽ കുത്തുബ് ഷാ ഇപ്രകാരം പ്രാർത്ഥിച്ചു: അള്ളാഹുവേ, ഈ നഗരത്തിന് ശാന്തിയും ഐശ്വര്യവും നൽകണമേ. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കോടിക്കണക്കിന് ആളുകൾക്ക് ഈ നഗരം തണലേകണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് പോലും. നല്ല വലിപ്പമുള്ള ബാഗ്. ഹലോ, ഇതെത്താക്കിത്തിന് 150, 150, 150. ഇത് പർദ്ദ തൊട്ട് എല്ലാം ഉണ്ട്. കരിമണിമാല, പർദ്ദകള്,
എൻ്റെ പൊന്നുവേ, മായിക ലോകം. ആ ബാഗ് കൊള്ളാം. പ്രിയ എന്തിയെ? പ്രിയ എന്തി? മിനാറിന്റെ തൊട്ടടുത്തുള്ള മിലൻ ജ്യൂസ് സെന്റർ ഒരു ഫേമസ് ആണ് കേട്ടോ ഇവിടെ. ഞങ്ങളത് തെരഞ്ഞു പിടിച്ച് വന്നതാ കേട്ടോ. എന്താണ്? മലയാണ് ഇവിടെ വരുമ്പോ പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നിന്റെ കയ്യിലോട്ടൊരൽപ്പം ഒഴി നോക്കട്ടെ. ആണോ? അപ്പൊ ശരി. നമ്മുടെ മൾബറി ആണല്ലോ മോനെ. മൾബറിയും അണ്ടിപ്പരിപ്പാന്ന് തോന്നുന്നു. എന്താ ഇതിന്റെ പേരെന്താ? ഷഹദൂർ മലായി. കൊള്ളാം. വേണ്ട, എല്ലാം കൂടെ പോകത്തില്ല. ആ എടു. എന്താ പല പല സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാം മേടിച്ച് രുചിച്ച് നോക്കാന്ന് തോന്നുന്നു. ദേ മോനെ, ഇതൊരെണ്ണം എടുക്കാൻ എന്താ? ഇതൊരെണ്ണം ഇട്. കൊള്ളത്തില്ലേ? പടി തുറന്നു. കയറുന്ന സ്ഥലമില്ല കേട്ടോ, അതുപോലെ തിരക്കാണ്. ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്തേ തുറന്നേന്നില്ല? അടി വെക്ക്. ഇല്ല ഞാനും അതിനാ കൈയൊന്ന് വിരല്. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുക. അതിഭയങ്കരമായ വെയിലാണ്, എന്നാലും സാരമില്ല. സൂപ്പർ. നമ്മുടെ ചാർമിനാറിന്റെ ഫ്രണ്ടിലാണിത് കേട്ടോ. അടിപൊളിയാ. അടിപൊളിയായിരുന്നു കേട്ടോ. ഏതെണ്ണം കൂടെ എടുക്കും മോനെ? കഴിച്ചോ? എന്ത് ടേസ്റ്റാന്ന് അറിഞ്ഞോ? അത് മക്ക സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡ്. ഇതോ കുനാഫ. ഇതിട്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത്? ഏതെങ്കിലും എടുക്ക, ഇഷ്ടമുള്ളത് എടുക്ക. അതിലൊരെണ്ണം എടുക്കാം നമുക്ക്. മക്ക സ്പെഷ്യൽ ആ ഒരു സംഭവം നമ്മൾ എടുക്കുക. ഇതിലോട്ട് കുറച്ചിഞ്ഞ് എടുക്കാം. ഇതാണ് മക്ക സ്പെഷ്യൽ. എന്തായാലും ഇവിടെ വന്നേലേ, നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. എടുത്ത് നോക്കൂ. കഴിച്ചോ. ഞാനില്ലാതെ അവർ കഴിക്കും കേട്ടോ. കൊള്ളാവോ പിള്ളേരെ? ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇതെല്ലാം ടേസ്റ്റ് ചെയ്യണം. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ കഴിച്ചിട്ടില്ലാത്ത സംഭവങ്ങളൊക്കെ കഴിക്കണം. എങ്ങനെയുണ്ട് പിള്ളേരെ? നമ്മുടെ അത് ഓമയ്ക്ക ഡ്രൈ ഫ്രൂട്ടാണ്. ഡ്രൈ ഫ്രൂട്ട്സിൽ എന്തോവാ തലയിലൊന്നും ഇടുന്നില്ലെന്ന് ആരും പറയല്ലേ. 2 കയ്യേ ഉള്ളത്, 2 ഒഴിയത്തില്ല. അപ്പൊ താഴെയൊക്കെ പോകും. കാരണം വീഡിയോ എടുക്കലും ഇതും എല്ലാം നടക്കുകയാണ്. അപ്പൊ വായിലോട്ട് വെക്കുമ്പം തലേന്ന് പോകും. അങ്ങനെയുണ്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്. നാരകത്തിന്റെ തൊലിയാന്ന് തോന്നുന്നത്. അല്ല, അതെല്ലാം ഒന്ന് രുചിക്കട്ടെ. ഇങ്ങനെ ഉണ്ടെന്ന് അറിയാലേ. ആക്ച്വലി ഇവിടെ മിലൻ ജ്യൂസ് സെന്റർ എന്ന് പറഞ്ഞ ഇതാണ്. ഇത് നേരത്തെ മുതൽ ഇവിടെ ഫേമസ് ആയതാണ്. മലായ തപ്പി വന്നത് ചാർമിനാറിന്റെ ബാക്ക് സൈഡ് ആയിട്ട്. അപ്പം ചാർമിനാർ കാണാൻ വരുന്നവര് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പറാണ്. ഇതിന്റെ അകത്തൊരു പച്ച സാധനം, ഇത് എന്താ വന്ന് നോക്കട്ടെ. ഇത് മോനെ പേടയുടെ ഒക്കെ ഒരു ആ പച്ച കളറിൽ കാണുന്നത് പേടയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അല്ലേ? ആള് നിക്കാൻ സ്ഥലമില്ലായിരുന്നു, അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. ഇതോരോന്നും രുചിച്ചറിയാനുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. ഷഹദൂദ് മലായി
ഷഹ്ദൂദ് മലായി, സിറ്റാഫൽ പഞ്ച്, കാല ജാമൂൻ, ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഞങ്ങൾ മിക്കത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളി, വലിയ വിലയും ഇല്ല. ഒരു വെള്ളം കൂടെ മേടിച്ചിരുന്നില്ല. നമ്മുടെ ചാർമിനാറിൻ്റെ തൊട്ട്, ഇത് പള്ളിയാണേ, ജുമാ നടക്കുകയാണ് അവിടെ. തുണി, നമ്മുടെ ഞാറപ്പഴവും മൾബറി നമ്മുടെ വീട്ടിൽ പിടിക്കുമ്പോൾ ആർക്കും വേണ്ട. കണ്ട അത്തിപ്പഴം, ആ അത്തിയത് ഏതാ ആണോ? മാങ്ങ. ഓ വായിന്ന് തുപ്പി ഇടുന്നു, വിൽപ്പനയായിരിക്കും ഇവിടെ നിന്ന്. പള്ളി പിരിഞ്ഞ ആൾ ഇറങ്ങുന്ന കണ്ടോ, രണ്ട് വഴിയിൽ നിന്ന്. എന്റെ തമ്പുരാനെ, എന്താ ജനം നോക്ക്. അത് പള്ളിയുടെ ഒരു ഗേറ്റ്, ഇത് രണ്ടാമത്തെ ഗേറ്റ്. പല അടവുകളും ഉണ്ട്. മുട്ടയിടുന്ന വെയിലാ കേട്ടോ, ഭയങ്കരമായ വെയിലാണ്. പക്ഷേ നമുക്ക് സാധനങ്ങളെല്ലാം വില പേശി എടുക്കാം കേട്ടോ. എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. ഇതിനകത്തേക്ക് ജുമാ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് കയറ്റത്തുള്ളേ. അപ്പം അത് തന്നെ ഞങ്ങൾ അതിനകത്തോട്ടൊന്ന് കയറാനായിട്ട് പോവുക. പേളിന്റെ മാല വേണമെന്ന് പറഞ്ഞ് എന്നെ ഇട്ട് പിടിക്കുകയാണ് ഇവിടെ. വേണ്ട, പക്ഷേ എന്ത് ചെയ്യാൻ, എത്ര എടുത്തിട്ട് മതി വരുന്നില്ല സത്യം പറഞ്ഞാല്. ചാർമിനാറിന്റെ വാതുക്കെ തന്നെ ഇവിടെ വേറൊരു സംഭവം കൂടെ അരങ്ങേറുന്നുണ്ട് കണ്ട. അതിന്റെ ആ കവാടത്തോട് ചേർത്തിട്ട് കണ്ട. എന്തൊക്കെ ആവോ എന്തോ, മനുഷ്യന്മാര് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നു. ചാർമിനാർ ഈ കാണുന്നത് കണ്ട, ആ പില്ലറിനോട് ചേർന്നാണ് ഈ സംഭവം. വയ്ക്കോ, എനിക്ക് അങ്ങോട്ട് പോയപ്പോ സംഭവം ഇതെന്താണെന്ന് കത്തിയില്ല കേട്ടോ. ഇപ്പോഴാണ് അതെന്താണെന്ന് മനസ്സിലായത്. വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ചാർമിനാർ എന്നത്. ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിവിടെ വന്ന് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. കണ്ട ആ കവാടത്തിനോട് ചേർന്ന് ഭിത്തി, ആ എന്താ മെമ്പറോ എന്തുവാ അതിന് പറയുന്ന ആ ഒരു തൂണ്, അതിനോട് ചേർന്ന് അമ്പലം. ചെറുപ്പം കിട്ടിയതാ. പിടി ബാഗുകൾ, ക്ലോസ്ഡാ. ഇപ്പൊ ഇത് ക്ലോസ്ഡ് ആണ്, കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ കഴിവതും ഒന്ന് കയറാൻ ശ്രമിച്ചു നോക്കും. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണേ. വേറെ കുറേ കാണാനുണ്ടല്ലോ. ഞങ്ങൾ ഇവിടുന്ന് പോവുക. വെയിൽ കൊണ്ട് കരിഞ്ഞു കേട്ടോ. അതോ നിൽക്കുന്നു. ഇച്ചിരി അങ്ങോട്ട് നീങ്ങി നിന്ന ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു. ശകലം അങ്ങോട്ട് പുറകോട്ട് നിന്ന. ഇങ്ങോട്ട് നോക്ക്. ഇവര് മക്കൾക്ക് വേണ്ടി മേടിക്കുവാ. ഹൈദരാബാദ് വരെ വന്നതല്ലേ. വില പേശു. അതും കൊള്ളാം. പച്ചയും മെറൂണും. അതിന്റെ അപ്പുറത്ത് നിന്ന് അല്ലാതെ തന്നെയാ. എന്തൊരു ചൂടാന്റെ പൊന്നെ, സഹിക്കാൻ വയ്യാത്ത ചൂട്. എല്ലാം കടകളും അതിനകത്തോട്ടെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ അതാ ഞങ്ങള് തിരിച്ചു പോവുകയാണ്. നമ്മുടെ പിന്നെ ചാർമിനാറിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇതാ പോകും. അതേണ്ടടാ, ഞാൻ ഈ ബാഗിന്റെ കാര്യമാണ് പറഞ്ഞത്. വേണോ?
തിരക്കി കിടക്കുവായിരുന്നു, എത്തിയില്ല ഇതുവരെ. ആശുപത്രിയിലും പോയില്ല. ഞാൻ വരച്ച് എത്തിക്കാണോന്ന്. ഇവിടെ വന്നിരുന്ന ഇത് കണ്ടേച്ച് പോയിക്കൂടായിരുന്നു അല്ലയോ? മേടിക്കാൻ കേറിയതാ കേട്ടോ. ₹50 ഈ വളക്കൊക്കെ കേട്ടോ. 50 രൂപ. വേണ്ട 60. ഇത് 60, ഇത് 50. എന്താ 50, ഇത് 60. ഒരുപാട് വെയിലെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന വെയിൽ കേട്ടോ. പൊള്ളുന്ന വെയിൽ സഹിക്കാൻ പറ്റാത്തത്. മോനും അവരുടെ മക്കൾക്ക് ഒരു മോളുണ്ട്. അവരവിടെ പോയി നിൽക്കുന്നത് ഞങ്ങളെ കാത്ത് നിൽക്കുക. ചുങ്കിടി ഷാളുകൾ കിടക്കുന്ന കണ്ടോ? 100, 200, 200 ആണ്. ചുങ്കിടിയുടെ അടിപൊളി ഷോളുകളുണ്ട് കേട്ടോ. 200 രൂപയാണ് എല്ലാത്തിനും. ഈ കങ്കൺ വളയുടെ മാത്രം ഒരു ഹോൾസെയിൽ കടയാണ് കേട്ടോ. നമുക്ക് വഴി തെറ്റി കേട്ടോ. ഞങ്ങളിങ്ങനെ നടക്കുക. ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന വേറൊരു സ്ഥലത്താ. ഞങ്ങൾക്ക് എതിരെ എങ്ങോട്ട് വന്നാലും ഒരുപോലെ ഇരിക്കുക സത്യം പറഞ്ഞാൽ. ജുമാ കഴിഞ്ഞ് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇപ്പം പോലെ കടകളാ. വണ്ടിയിൽ വന്ന് കയറി എൻ്റെ പൊന്നെ തളർന്നു പോയി കേട്ടോ. അതുപോലെ നടന്ന് ഞങ്ങള് വഴിതെറ്റിപ്പോയി എന്ന് പറയാം. എങ്ങോട്ട് തിരിഞ്ഞാലും 100,000 റോഡുകൾ നമ്മൾ വന്ന് അതേ ഇത് തുറന്ന് കടച്ചു. അതേപോലെ തന്നെ കുറേ നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചാർമിനാറിൽ നിന്നും നേരെ BM ബിർള സയൻസ് മ്യൂസിയത്തിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് സയൻസ് മ്യൂസിയം. സിവിൽ എഞ്ചിനീയർ PA സിംഗാരവേലു നിർമ്മിച്ച ഈ മ്യൂസിയത്തിൽ പിന്നെ ഒരു പ്ലാനറ്റേറിയം ഉണ്ട്, മ്യൂസിയം, സയൻസ് സെൻ്റർ ഉണ്ട്, ആർട്ട് ഗാലറി, ഒരു ദിനോസറിൻ്റെ ഒരു അസ്ഥികൂടം ഉണ്ട് കേട്ടോ. ഒരു ദിനോസേറിയം എന്ന് പറയും കേട്ടോ. അത് അങ്ങനെ ഇതെല്ലാം ഇവിടെയുണ്ട്. 1990 ഈ മ്യൂസിയം തുറന്നത് കേട്ടോ. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ മ്യൂസിയവും ഈ കേന്ദ്രത്തിലുണ്ട്. ഇപ്പോൾ നമുക്കിതിനകത്ത് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഓരോ സമയത്ത് ഓരോ നിയമങ്ങളല്ലേ. അപ്പം വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ നമ്മളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഓരോ സ്ഥലത്ത് നിയമങ്ങൾ നമ്മൾ പാലിക്കണമല്ലോ. വരുന്നില്ലേ മ്യൂസിയത്തിനൊക്കെ കണ്ടിട്ട് വരാം. അതന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ടിരുന്ന ജയിലിലിടരുത്. ഹൈദരാബാദിൽ വന്നിട്ട് ജയിലിക്കണം. അയ്യോ ചൂടത്ത് പോയിരുന്നു. അടിപൊളിയാട്ടോ. നമ്മളിതിനകത്തേക്ക് പോവുക കേട്ടോ.
അകത്തേക്ക് ഇത് പറഞ്ഞതുപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോണൊക്കെ ഇവിടെ കൊടുക്കണം. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ കുറേ നിയമങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഒന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന വെയിലാണ് കേട്ടോ. BM ബിർള സയൻസ് മ്യൂസിയമാണ് കേട്ടോ. ബിർള സയൻസ് മ്യൂസിയം. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. സ്പേസിൻ്റെ എന്താ പറയുന്നത്, അത് ദിനോസറിൻ്റെ ഒരു അസ്ഥികൂടമുണ്ട്. ദിനോസറിൻ്റെ അതൊന്നും നമ്മളെ ഇപ്പം ഫോട്ടോഗ്രാഫി അവിടെ അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഞാൻ ഫോണൊക്കെ ഇവിടെ കൊടുത്തിട്ട് അകത്തോട്ട് പോകാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ബിർള മ്യൂസിയത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബിർള മന്ദിരം കാണണം. ബിർള മന്ദിരം അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഉൾപ്പെടുത്താൻ ഒക്കാത്തത് കൊണ്ട് അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.